പ്രിയപ്പെട്ടവരെ, എത്ര പ്രാർത്ഥിച്ചിട്ടും എത്ര ഉപവസിച്ചിട്ടും എൻ്റെ വിഷയത്തിനൊരു മറുപടി ലഭിക്കുന്നില്ല എന്ന് നിങ്ങൾ ചിന്തിച്ച് വ്യാകുലപ്പെട്ടിരിക്കുന്നവരാണ്. ഒരു വിഷയം മാറുമ്പോൾ അടുത്ത വിഷയം, അടുത്ത വിഷയം മാറുമ്പോൾ അടുത്ത വിഷയം, ഇങ്ങനെ പലവിധമായ പ്രശ്നങ്ങളിൽ നിങ്ങളാക്കപ്പെടുന്നവരാണ്. എത്ര തുഴഞ്ഞിട്ടും അക്കരെ എത്താൻ കഴിയുന്നില്ല. പ്രശ്നത്തിനൊരു പരിഹാരം ഉണ്ടാവുന്നില്ല. 21 ഇരുന്നു, 7 ഇരുന്നു, 40 ഇരുന്നു, വെള്ളം കുടിച്ചിരുന്നു, വെള്ളം കുടിക്കാതിരുന്നു, ഭക്ഷണം കഴിച്ചിരുന്നു, ഒരു നേരം മാത്രം കഴിച്ചുകൊണ്ട് ഉപവസിച്ചു. വിഷയത്തിന് പരിഹാരമുണ്ടാകുന്നില്ല, മറുപടി ഉണ്ടാകുന്നില്ല. എൻ്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഇങ്ങനെ പരാതി പറഞ്ഞിരിക്കുന്നവരാണ്. ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് പറയുന്നു, ഞാൻ നിങ്ങൾക്കായി കരുതുന്നതാകയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും എൻ്റെ മേൽ ഇട്ടുകൊള്ളുക. അതേ പ്രിയപ്പെട്ടവരെ, നിന്റെ പ്രാർത്ഥനയ്ക്കൊരു ഉത്തരവുണ്ട്. കാലങ്ങൾ കഴിഞ്ഞാലും ആ വിഷയത്തിൻ്റെ മറുപടി കറക്റ്റ് സമയത്ത് തന്നെ നിന്റെ കയ്യിലെത്തും. നമ്മൾ പ്രതീക്ഷിക്കുന്ന പല സമയങ്ങളിൽ അത് ലഭിക്കണമെന്നില്ല. നാം പ്രതീക്ഷിച്ച സമയത്തത് നമ്മുടെ കയ്യിൽ എത്തണമെന്നില്ല. അത് ദൈവത്തിൻ്റെ പ്ലാനാണ്, അത് ദൈവത്തിൻ്റെ പദ്ധതിയാണ്. തക്ക സമയമാകുമ്പോൾ നിന്റെ വിഷയത്തിനുള്ള പരിഹാരമായി അവൻ ഇറങ്ങി വരും. നീ ചഞ്ചലിക്കണ്ട, നീ വേദനപ്പെടണ്ട. യേശു ശിഷ്യന്മാരും കടലിലൂടെ യാത്ര ചെയ്യുമ്പോൾ കാറ്റും കടലും അവർക്ക് പ്രതികൂലമാകുമ്പോൾ അവസാനം വരെ കാത്തുന്ന യേശു കാറ്റിനെ ശാസിച്ചു, കടലിനെ ശാന്തമാക്കി. ഒന്ന് ചിന്തിച്ചേ, നിന്റെ പ്രശ്നത്തിൻ്റെ സൊല്യൂഷൻ നിന്റെ കയ്യിൽ തന്നെ ദൈവം തന്നിട്ടുണ്ട്. അത് കണ്ടെത്താൻ വേണ്ടി നീ വേഗം തയ്യാറാകുക. നിന്റെ വിഷയത്തിന് പരിഹാരമുണ്ട്. ഈ പകലിൽ വിശ്വസിക്കുക. ഗോഡ് ബ്ലെസ് യു.